ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോണത് നമ്മുടെ M2 2vs1 ആണ്. ഒറ്റയായിട്ട് കളിക്കാൻ പോണത് M2, പിന്നെ 2 ടീമാണ്. ഒന്ന് TRZ വിസാർഡ്, പിന്നെ വേറൊന്ന് ഒരു ചെക്കനും പാട് വിളിച്ചു. പേരൊന്നും മാറ്റിയിട്ടില്ല. ഗിൽഡിലുള്ളവരെന്നെ കളിക്കണ്. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യം തന്നെ കളി വെച്ചോക്കാം. എല്ലാവരും ഗണ്ണെടുക്കണ പുറപ്പാടിലും കാര്യങ്ങളും തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്തു, M2 2 M8 പിന്നെ ഒരു ഡെസേർട്ടിക്കും കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. നല്ല റഷ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ ഈ സാധനം പൊട്ടാതെ ഓനെങ്ങനെ റഷ് ചെയ്യാണ്. നമുക്ക് റഷ്യയും കാര്യങ്ങളും ചെയ്തു, കുറച്ച് ഷോയും കാണിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നൈസിന് ഗ്ലൂ വാൾ ഇട്ടിട്ടുണ്ട്. ഗ്ലൂ വാൾ മാറ്റാൻ പറഞ്ഞു. പിന്നെ ഈ ഗ്ലൂ വാൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഓൻ ചാടിയിട്ട് ഗ്ലൂ വാൾ ഇട്ട് റഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ആണ് എനിമീസ്, എതിർ ടീം. അപ്പോൾ ഇപ്പം ഇതിൽ ഓലാണോ അതോ ഇബനാണോ ജയിക്കുകയെന്ന് ആദ്യം തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്തിട്ട് നേരം പോലെ കമൻറ്റ് ചെയ്തവർക്ക് 100 റുപ്യക്ക് റെഡിയും കോഡും കാര്യങ്ങളും അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ 2 ആളും നല്ല ഗ്ലൂ വാൾ സ്പീഡും കാര്യങ്ങളും ഉള്ള ഒരു പ്ലെയറും കാര്യങ്ങളും തന്നെയാണ് ഈ M2. അപ്പോൾ റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തനെ ഒരു വിഷയം 1 ടാപ്പും കാര്യങ്ങളും കൊടുത്തു. പിന്നെ ഇമോട്ടും കാര്യങ്ങളും ഇട്ട് ഓല് പൊക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഓന് അടിച്ചാൽ നിന്നില്ല. അത്രക്ക് പ്രോ പ്ലെയറാണ്, ഗിൽഡിൻ്റെ അഭിമാനിയാണ്. അപ്പോൾ നല്ലപോലെ കളിച്ചും കൊണ്ടിരിക്കുകയാണ്. 2 എണ്ണത്തിനും കടത്തി ഉറക്കുന്നുള്ള രീതിയിലൊക്കെയാണ് കളിക്കണത്. നമ്മളിങ്ങനെ കളിച്ച് അപ്പോൾ ആ വില്യമൊക്കെ കടന്നിട്ടൊക്കെയാണ് ഗൈസ്, സ്കില്ലാണ് ഗൈസ്, കടന്നിട്ടൊക്കെയാണ് ഗൈസ് കളിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ അതിലേക്ക് കളിക്കാൻ വയ്ക്കണവരൊന്ന് കമൻറ്റ് ചെയ്യുക. കടന്നിട്ടും ഇരുന്നിട്ടും റേസ്റ്ററിനെക്കാട്ടിലും കളിക്കുന്നൊക്കെ തോന്നുന്നു. അങ്ങനത്തെ കളിയാണ് ഗൈസ്. ഗിൽഡിലെ ഏറ്റവും വലിയ പ്ലെയറും കാര്യങ്ങളുമാണ്. അപ്പോൾ ഗ്ലൂ വാളും കാര്യങ്ങളും നോക്കുകയാണ്. അപ്പോൾ ഗൈസ് അടിക്കണ കൊള്ളണില്ല. പിന്നെ 24 കയറി. ഇവനെന്താ ഹാക്കറോ? അടിച്ചോട്ട് മാത്രമേ കയറ്റുക. പിന്നെ കുറേ അടി അടിച്ചു നോക്കി, പക്ഷെ ആരെയും മേത്ത് കൊള്ളും കാര്യങ്ങളും ചെയ്തില്ല. പിന്നെ ഒരടി ഇങ്ങോട്ട് കിട്ടി, അതിൽ ചുറ്റും ഗ്ലൂ വാൾ ഇട്ടു. അപ്പം തന്നെ അത് റെഡിയാവുകയും ചെയ്തു. അപ്പോൾ ഗൈസ് അത് എന്ത് ചെയ്യുക, ഗ്ലൂ വാൾ ഇട്ടു. പിന്നെ ഒരു അടി അടിച്ചു നോക്കി, അവൻ കയറിയില്ല. പിന്നെ ഒരു അടി അടിച്ചു നോക്കി, അവൻ കയറിയില്ല ഗൈസ്. പിന്നെ അടിച്ചു നോക്കി. പിന്നെ OP 1 ടാപ്പും കാര്യങ്ങളും അടിച്ചു. TRZ വിസാർഡ് ഒരു ഇമോട്ടും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവൻറ്റിൽ വന്ന്. അപ്പോൾ ഗൈസ് ഈ ഇമോട്ട് ആരൊക്കെ എടുത്തു എന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. TRZ വിസാർഡിൻ്റെ ഗ്രൂപ്പും കാര്യങ്ങളാണ്. അപ്പോൾ TRZ M2 കാര്യങ്ങളും 2 വുഡ് പക്കറും ഒരു ഡെസേർട്ടിക്കും കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇതോട്ട് ഓന് കംബാക്കും കാര്യങ്ങളും അടിക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് കംബാക്ക് അടിച്ചോ നോക്കാം. വിഷയമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിമിനെ കൈ കിട്ടിയോ അടിച്ചുറക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റഷ് ചെയ്യാണ്. ഇങ്ങനത്തെ പോക്ക് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു പോലെ അടിച്ചിടും എന്നൊക്കെ. അപ്പോൾ അടിച്ചിടും ഇല്ലയെന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെയൊരു വിഷയം 1 ടാപ്പും കാര്യങ്ങളും അടിച്ചിട്ടുണ്ട്. അവർ ഇമോട്ടോളൊക്കെ ഇടുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനെ മൂഞ്ചൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ പറഞ്ഞു ഞാനെന്തായാലും തോൽക്കൂല, ഞാനെന്തായാലും കളി എടുക്കും പറഞ്ഞു. അങ്ങനത്തെ വാശിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് TRZ M2 കാര്യങ്ങളും. അപ്പോൾ പിന്നെ ഓന് 2 ഇതൊക്കെ എടുത്തിക്കണ്. ഏതായാലും ഗണ്ണ് തന്നെയാണ്. അപ്പോൾ ഏതൊരു ഗണ്ണ് കാര്യങ്ങളും എടുത്ത് നന്നായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റഷ് ചെയ്യൽ തുടങ്ങി. ഓലോട് പറഞ്ഞപ്പോൾ 1 ടാപ്പ് പുള്ളി മാത്രം എടുത്താൽ മതി. ഓല് എന്നിട്ട് കുത്തിപ്പൊടിയും കാര്യങ്ങളൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും കാര്യങ്ങൾ പേടിക്കാതെ കളിക്കുന്നുണ്ട് റൈസ്റ്റാറിന് അതിരിക്ക്. അപ്പോൾ ഇപ്പം കംബാക്കും കാര്യങ്ങളും എടുക്കുമെന്നൊന്നും അറിയില്ല. പിന്നെ TRZ വിസാർഡും കാര്യങ്ങളും എടുത്തു, ഇമോട്ടും കാര്യങ്ങളും ഇട്ട് ഷോ കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ കലിപ്പ് TRZ M2 കലിപ്പായി. അപ്പോൾ ഗൈസ് ഇനി ഓനെന്തായാലും കളി വിട്ടെടുക്കൂല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം OP ആയിട്ട് എടുക്കുമെന്നൊന്നും അറിയില്ല.
അപ്പോൾ ഗൈസ് ആ 2 M80 കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കംബാക്ക് എടുക്കുമെന്നൊക്കെ നോക്കണം. അപ്പോൾ ഒരു കൊടിയും കാര്യങ്ങളും ഇട്ടു, ഒരു ലവ്ലി മോട്ടും ഇട്ടു. ഓൻ്റെ ഈ സ്ഥിരം പരിപാടിയാണ്, കളി എടുക്കണതിനെ സൂചിപ്പിക്കണതാണ് ഈ ലവ്ലി മോട്ടും കൊടിയും മോട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരടി ഓനക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ആകെ മുഞ്ചും. അപ്പോൾ എന്ത് ചെയ്യുക, ഓന് ഗ്ലൂവാളും കാര്യങ്ങളും ഇട്ട് റഷ് അടിച്ചുകൊണ്ടിരിക്കുക. അതിൽ തൊരുത്തടിക്കണം. അപ്പോൾ ഓൻ്റെ തലയും കാര്യങ്ങളും അടിച്ചാൽ നോക്കി, പക്ഷെ കിട്ടിയില്ല ഗൈസ്. ഓനെന്താ ഗ്ലൂവാളും കാര്യങ്ങളും ഇട്ടു. അപ്പോൾ അപ്പുറത്തെ കളിയൊക്കെ വെച്ചാൽ നല്ല വൺടാപ്പടിയിലാണ്, പക്ഷെ തലക്ക് കയറുന്നില്ല. നല്ല ഡ്രാഗ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ കളി വെച്ചൊക്കെ ഇവന് ഇമോട്ടൊക്കെ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഓല് രണ്ടാളും ഗ്ലൂവാളിട്ട് പേടിച്ചിരിക്കുകയാണ്. അതിലുണ്ട് ഒരു 1 ടാപ്പ് അടിച്ചു, പശയും കാര്യങ്ങളും ചത്തും കാര്യങ്ങളും ചെയ്ത്. പിന്നെ എന്തൊട്ട് അടിയാൾ അടിച്ചടിച്ചടിച്ച് ഓനെ എണ്ണാക്കി കൂടെ അങ്ങോട്ട് കയറ്റി ഒരു കൊടി അങ്ങോട്ട് കുത്തി കൊടുത്തു. പിന്നെ ഇതാ ഇവിടെ എടുത്തതാ ആ ഗ്ലൂവാളിട്ട് പൊക്കണം. ഞാൻ ചോദിച്ചു എന്ത് പൊക്കലാണ്, എന്ത് പന്ന പരിപാടിയാണ് ഒരു കാണിക്കണില്ലേ. അപ്പോൾ ഇതാ പൊക്കിയിട്ടില്ല ഗൈസ്. ഇതിൻ്റെ ഇടയിൽ ഇരുന്നിട്ടേ കുമ്പിട്ട് വിസിലടിച്ചാണ് ഗൈസ്. അപ്പോൾ അവൻ ഗ്ലൂവാളിട്ട് ഇങ്ങനെ ബാക്ക് വലിയാണ്. അപ്പോൾ പിന്നെ ഒരു കൊടിയും കാര്യങ്ങളും എന്താ കുത്തും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ടിയാസെറ്റ് വിസാൾ എന്ത് ചെയ്യുക, അവൻ്റെ കില്ലും കാര്യങ്ങളും ഫിനിഷും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പോൾ റഷ് അടിച്ച് വരികയാണ് അപ്പുറത്തോനും ഇപ്പുറത്തോനും. പിന്നെ ആരെ ജയിക്കാമെന്നൊന്നും അറിയില്ല. പിന്നെ നോക്കാം നമുക്ക് ആരെ ജയിക്കാന്ന്. കംബാക്കും കാര്യങ്ങളും എടുക്കുമെന്നൊന്നും അറിയില്ല. അങ്ങായി വാശിക്കളിയാണ് ഗൈസ് ഇത്. അപ്പോൾ ഈ പോരാട്ടത്തിൽ ആര് ജയിക്കുന്നൊന്നും അറിയില്ല. പിന്നെ ഇങ്ങനെ റഷ് അടിച്ച് കളിച്ചുകൊണ്ടിരിക്കണം. കളി എങ്ങോട്ടൊക്കെ പോകുന്നു, ലാസ്റ്റ് സോണൊക്കെ ആവുന്നുണ്ട്. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മാര് കട്ടക്കാണ് നിൽക്കുന്ന പ്ലെയേഴ്സ് രണ്ടാളും. ഇതിൽ ആരെടുക്കും എന്ന് വിചാരിച്ചും കൊണ്ടിരിക്കുകയാണ്. ആരെടുക്കുന്നു. അപ്പോൾ ഗ്ലൂവാളിട്ട് മുറുക്കിയിട്ട് കൊല്ലണ പരിപാടി, അങ്ങനത്തെ പന്ന പരിപാടികളൊന്നും M2 കാണിക്കലില്ല. നിങ്ങളെ ഫ്രണ്ട്സിൽ ഇങ്ങനെ പന്ന പരിപാടി കാണിച്ച ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓരോ ഫ്രീ ഫയർത്തെ നെയിമൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പം ഇവിടെ ഗ്ലൂവാളിട്ട് പൂട്ടും കാര്യങ്ങളും ചെയ്തു. ഇവനെ പന്ന പരിപാടി കാട്ടിയില്ല, പിന്നെ ഇവൻ പന്ന പരിപാടി കാട്ടി. അപ്പോൾ ഗൈസ് ഒരടിയും കാര്യങ്ങളും അടിച്ചു. അതെന്താ അധികം കയറൊന്നും ചെയ്തില്ല. പിന്നെ ലാസ്റ്റ് തോന്നാണ് ഗൈസ്. പിന്നെ ഒരടി കൂടെ കൊടുത്തു തലക്ക്. അപ്പോൾ ഇപ്പം 1 ടാപ്പ് അടിച്ച് കളി എടുക്കും നോക്കിയപ്പോൾ 1 ടാപ്പ് അടിച്ചു നിന്നിട്ട് സോണിൽ പെട്ടിട്ട് എനിമി ചത്തു. എന്നാലും ഓന് നേരക്കിട്ട് 2 കരാട്ട ഇമോട്ടും കാര്യങ്ങളും ഇട്ടു. ആ 2 ചവിട്ടിയപ്പോഴത്തേന് 2 കൺട്രോളും കാര്യങ്ങളും പോയിട്ടുണ്ട്. 2 അപ്പോൾ കംബാക്കും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഈ കംബാക്ക് ഓലിക്ക് മതി, പേടിച്ച് തൂറി മണ്ടാനി ഗൈസ്. അപ്പോൾ ഇതാ ടിയാസെറ്റ് വിസാർഡും കാര്യങ്ങളും ഓലൊക്കെ ഗണ്ണ് സെറ്റായിട്ടുണ്ട്. എന്താ പറയുക, ആ ടിയാസെറ്റ് വിസാർഡല്ലാത്ത മറ്റോന് പാൻറ്റിൽ മുള്ളിക്കണമെന്നൊക്കെയാണ് കേട്ടത്. അപ്പോൾ കളിച്ചും കൊണ്ടിരിക്കുകയാണ് ഓല്. പിന്നെ ഇങ്ങനെ റഷ് അടിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇതാ ടിയാസെറ്റ് വിസാർഡ് അതേമാതിരി റഷ് അടിച്ചിട്ടുണ്ട്. ഇനി എന്താ ഉണ്ടാവുകയെന്നൊന്നും പറയാൻ പറ്റില്ല. ആരാണ് പേടിച്ചു മുള്ളി ബാക്ക് അടിച്ചതെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ കാര്യങ്ങൾ നമ്മൾ അടിച്ചു എന്ന് കരുതി. പക്ഷെ ഇവന് ഇരുന്ന് കാണിച്ചിട്ടുണ്ട്. ടീമപ്പ് ആവുകയല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവനും കാര്യങ്ങളും നല്ല കൊടി എടുത്തിട്ടുണ്ട് ആ പാൻറ്റിൽ മുള്ളിയോന്. പിന്നെ എന്താ കലിപ്പയക്കണു ഗൈസ്. അപ്പോൾ കംബാക്ക് എടുത്തോന്ന് പോയാൽ ഇനി ജയിക്കണമെന്നുള്ള വാശിയിലാണ് ഗൈസ് M2. അപ്പോൾ ആര് ജയിക്കുന്നൊന്നും അറിയില്ല. 4-1 റൗണ്ട് ആയിട്ടുണ്ട്. ഒരു 4 റൗണ്ട് എടുത്ത് നല്ല പട്ടിഷോ കാണിക്കാണ്. അപ്പോൾ ഇവരെല്ലാവരും ഒപ്പം ഒരേ സ്ഥലത്ത് ഇരുന്നിട്ട് തന്നെ കളിക്കണം. അപ്പോൾ നല്ല പട്ടിഷോയും കളിയാക്കലും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ M2 കാര്യങ്ങളും റഷ് അടിച്ചാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവലെന്താ ഗ്ലൂവാളിട്ട് ആദ്യം തന്നെ ഇവർ കുടുക്കിയിട്ടാട്ടോ കളിക്കണത്. ഇവർ കില്ലിന് വേണ്ടി ആർത്തി മൂത്ത 2 ആൾക്കാരാണ്. അപ്പോൾ ഗൈസ് M2 കാര്യങ്ങളും റഷ് അടിച്ച് വരികയാണ്. അപ്പോൾ ഇവിടെ ഒരുത്തതാ 2 അടി മോനെ വിഷയം 1 ടാപ്പും കാര്യങ്ങളും. പിന്നെ മോനെ ഒരു ലെജൻഡറി ഗ്ലൂവാളിൻ്റെ ഉള്ളിൽ കൂടെ തലക്കാണ് 91. എന്താപ്പോൾ കളി ഇത്, വിഷയം കളി. അപ്പോൾ M2 അടുത്ത റൗണ്ടിലേക്ക് മാറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ റൗണ്ട് ആരെടുക്കുന്നൊന്നും അറിയില്ല. അപ്പോൾ വിഷയം ഓട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ നല്ല ഷോയും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരെ ജയിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല റഷ് അടിച്ചിട്ടുണ്ട്.
കളിയും കാര്യങ്ങളും ആരെടുക്കുന്നൊന്നും അറിയില്ല. കളി പിന്നെ 8-നാണ് ഗൈസ് കളി. അത് നിങ്ങളോട് പറഞ്ഞില്ല, അപ്പോൾ നിങ്ങൾക്കൊരു സുഖം ഉണ്ടാവില്ല കേൾക്കാൻ. 8-നാണ് കളി. ആര് ജയിക്കുന്നില്ല അറിയില്ല. നല്ല വലിയ പോരാട്ടം കാര്യങ്ങളാണ്. അവിടുത്തെ 2 കട്ട പ്ലെയറാണ്. ഇവൻ ഒറ്റ ഒരുത്തനാണ് കളിക്കുന്നത്. 2 കട്ട പ്ലെയറിൻ്റെ തല അടിച്ച് ഇപ്പേരി ഇടുമെന്നൊന്നും അറിയില്ല. അപ്പോൾ വിഷയം ഗൈസ്, വിഷയം 522. അപ്പോൾ ഗൈസ് ഒരുത്തന്നെ നോക്കാക്കി ഓന് എന്തുവാടാ റൈസ്റ്റാർ എന്നൊക്കെ വിളിക്കുന്നുണ്ട് നമ്മളെടുത്ത് തന്നെ ഇരുന്നിട്ട്. അപ്പോൾ ഗൈസ് അതാ പിന്നെ ഇപ്പം മണ്ടുണ്ട്, അടിച്ചണില്ല, അധികം ലെജൻഡറി. പിന്നെ മോനൊരു വിഷയം 1 ടാപ്പും കാര്യങ്ങളും ഇങ്ങോട്ട് തിരിച്ചിട്ട് പിന്നെ ടിയാസറ്റ് വിസാഡിനെ പൊക്കും ചെയ്തു. ഇതോടെ ചെരുപ്പൂരി അടിച്ച ദേശീയമാണ് M2-ന് വരുന്നത്. അപ്പോൾ ഗൈസ് M2-ൻ്റെ കളി ആകെ മാറി. കളി മാസ് കൊലവിളി ഒക്കെയാണ്. അപ്പോൾ ഗൈസ് ആരെടുക്കും ആര് ജയിക്കുന്നൊന്നും അറിയില്ല. അപ്പോൾ ഇവൻ എപ്പോഴും M80 എടുത്തിട്ടാണ് ഗൈസ് കളിക്കുന്നത്. ഇവന് എല്ലാ ഗണ്ണെടുത്ത് നല്ല കളിക്കും, പ്രോപ്പറായിട്ട് 1 ടാപ്പും കാര്യങ്ങളും അടിക്കും. നിങ്ങൾക്ക് 1 ടാപ്പ് അടിക്കാനുള്ള ഒന്നാണ് സൺസ്വിച്ച് സെറ്റാക്കുക, സൗണ്ട് എഫക്റ്റ് അങ്ങനെയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കളിക്കാനൊക്കെ കഴിക്കും. അപ്പോൾ നല്ല റഷ് അടിച്ച് വരികയാണ്. വട്ടത്തിൽ ഗ്ലൂവാളുണ്ട്. അപ്പോൾ അവിടെ ഒരുത്തതാ ഇങ്ങനെ അടിച്ച് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ തന്നെ എണ്ണാക്കി കൂടെ അങ്ങനെ കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മണ്ടി പോവുകയാണ് ഗൈസ്. അവൻ പേടിച്ച് ഗ്ലൂവാളിട്ട് മണ്ടിയാണ്, അവൻ പാൻറ്റിൽ മുള്ളിക്കണം ഗൈസ്. അപ്പോൾ ആര് എടുക്കുന്നൊന്നും അറിയില്ല. അപ്പോൾ 2 ശക്തമായ പോരാട്ടമാണ്. അപ്പോൾ ഇവനെന്ത് പന്ന പരിപാടി കാട്ടണം, പൊക്കാനൊക്കെ വെക്കണം. നമ്മളെ ഇമോട്ട് അടിച്ചിട്ടൊക്കെയാണ് മണ്ടത്. പിന്നെ പൊക്കിയില്ല ഗൈസ്. അവനോട് ഞാൻ പറഞ്ഞു എന്ത് പന്ന പരിപാടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ചാടിയിട്ട് ഒരടിയും കാര്യങ്ങളും അടിച്ചു. അവൻ പേടിച്ചിട്ട് ഇങ്ങനെ ഗ്ലൂവാൾ വട്ടത്തിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉണ്ട് M2-ൻ്റെ ഒരു മാസ് അടി, ഒരു കൊടി, പിന്നെ കൊടി, പിന്നെ ഒരു കക്കൂസിൻ്റെ ഇമോട്ടും കാര്യങ്ങളും ഇട്ടെടുത്തു. കക്കൂസിൻ്റെ ഇമോട്ട് വെച്ച് കഴിഞ്ഞാൽ അവനെ കളിയാക്കിയാണ്. എനിക്ക് കക്കൂസിനെക്കാട്ടിൽ അങ്ങനെ കളിക്കാനൊന്നും വയ്ക്കില്ല. അപ്പോൾ സ്വർണ്ണ കക്കൂസിനും കാര്യങ്ങളാണ് M2 ഇരിക്കുന്നത്. ഓനെ വെച്ചാൽ പിച്ചക്കാരെ കക്കൂസിലിരിക്കണം. അപ്പോൾ കക്കൂസിലിരുന്ന് ആ ലിവറും ഫ്ലഷും നക്കിയിട്ട് ഇങ്ങനെ ഗീറാട്ടോ ഫ്ലഷ് അത് നക്കി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഗൈസ് ഇതിൽ കൂടെ ഡോറൊന്നുമില്ല. അപ്പോൾ മറ്റവൻ ഗ്ലൂവാൾ ഇടുന്നുമില്ല. അപ്പോൾ ഇവിടെ കുടുങ്ങിയ പരിപാടിയായി. പിന്നെ അവൻ ഗ്ലൂവാൾ ഇട്ടായിട്ട് ഭാഗ്യം. പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇവനെന്താ ഹാക്കറോ അടിച്ച് അങ്ങനെ എന്തൊക്കെയാണ് സംഭവിക്കുന്നുണ്ട് ഗൈസ്. ഇവനെന്താ ഹാക്ക് ഉപയോഗിച്ച് കളിക്കാന്ന് വരെ ഇതാക്കി. എൻ്റെ മുന്നിലിരുന്നിട്ടാണ് കളിക്കുന്നത്. പിന്നെ അവനെ ഹാക്കറെന്നൊക്കെ വിളിക്കാൻ പറ്റുമോ. പിന്നെ ഒരു ലോലിമോട്ട് പോലെ എണ്ണാക്കി കൂടെ കുത്തിയാണ് കയറ്റി കൊടുത്തു. അപ്പോൾ ഗൈസ് അടുത്ത റൗണ്ട് കാര്യങ്ങളായിട്ടുണ്ട്, 5-3 കാര്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ കംബാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ആര് ജയിക്കും ആര് തോൽക്കുന്നൊന്നും അറിയില്ല. അപ്പോൾ ഗൈസ് ഓല് 2 പിന്നെ MP40 ഒക്കെ എടുത്ത് കളിക്കൽ തുടങ്ങുന്നു. ഓല് നല്ല കുത്തിപ്പൊടിയാണ്. പിന്നെ ഓലോട് പറഞ്ഞോളൂ 1 ടാപ്പ് അടിച്ചണമെന്നൊക്കെ. പിന്നെ ഓല് 1 ടാപ്പ് അടിച്ചിട്ടില്ല. ഇവിടെ ഒരുത്ത UMP ഒക്കെ കളിച്ചിന്. ഓനോട് കുത്തിപ്പൊടി എടുക്കല്ലേ പറഞ്ഞാൽ പിന്നെ കേൾക്കില്ല. അപ്പോൾ ഓനോട് നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം, അപ്പോൾ M2 പറഞ്ഞു ഓൻ കുത്തിപ്പൊടി എടുത്താൽ എന്താ ഓനെ അടിച്ച് എണ്ണാക്കൂടെ കയറ്റാനൊക്കെ കഴിക്കും പറഞ്ഞു. പിന്നെ അടിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു കൊടിയും കാര്യങ്ങളും ഇട്ടെടുത്തു ആ UMP പ്ലെയറിനെ. അപ്പോൾ എന്തോ 2 വിഷം 1 ടാപ്പും കാര്യങ്ങളും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അടുത്ത ലോലി മോഡും കാര്യങ്ങളും ഇട്ട് പിന്നെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 5-4 വീഡിയോയും കാര്യങ്ങളും ആയിട്ടുണ്ട്. ആര് ജയിക്കും ആര് തോൽക്കും. അപ്പോൾ ഗൈസ് ആര് കംബാക്ക് എടുക്കുന്നൊന്നും അറിയില്ല. ഓല് M80 കാര്യങ്ങളും എടുത്തു, ഒരുത്ത UMP എടുത്തു. പിന്നെ ഇവനാച്ചാൽ ഡബിൾ M80 കാര്യങ്ങളും എടുത്ത് മാസ് കളിയാണ് ഗൈസ്, മാസ് കളി. അപ്പോൾ ഗൈസ് ഇവൻ ചാടി കയറുന്നുണ്ട്. നമ്മൾ വിചാരിച്ചതിനൊന്നും പന്ന പരിപാടിയൊന്നും കാട്ടൂല ഗൈസ്. അപ്പോൾ ഗ്ലൂവാളിട്ട് റഷ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഒരു കക്കൂസിനെ മുട്ടിട്ട് 2 1 ടാപ്പ് അടിച്ചിടാന്നൊക്കെ കരുതുന്നുണ്ടോന്. പിന്നെ വേണ്ടാന്ന് വെച്ച് ഓർക്ക് നാണക്കേടാന്ന് വെച്ചിട്ട് ഒരുത്തനും ഗൈസ് 1 ടാപ്പും കാര്യങ്ങളും അടിച്ചു. വിഷയം. അപ്പോൾ ഗൈസ് ഗ്ലൂവാളിൻ്റെ ഉള്ളിൽ കൂടെ അടിച്ചു. പിന്നെ 2 കൊടി കൊണ്ട് എണ്ണയിൽ കൂടെ കുത്തി കയറ്റി കുറേ കളിയാക്കിയിട്ടാണ് ഓനങ്ങനെ തീർത്തു.
ഓൻ തീർത്തിട്ടില്ല. നമ്മൾ വന്ന പരിപാടികളും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഗൈസ് മാർക്ക് വെച്ചതിന് 5-5 അപ്പോൾ കളിയും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. 5-5 കളിയും കാര്യങ്ങളും കടന്നിട്ടുണ്ട്. അപ്പോൾ 8 കളി. ആരാണ് ആദ്യം 3 റൗണ്ട് എടുക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് 2 M10 കാര്യങ്ങളും എടുത്ത് മണ്ടിയാണ്. ഗൈസ് മാസമാണ്. എന്താ 2 വീസസാണ്. അതിൽ ഓലെന്താ രണ്ടാളും നല്ല കളിയിലാണ്. മറ്റേ നീലക്കുപ്പായിട്ട് എനിക്ക് നല്ല ഉന്മേഷമാണ് ഗൈസ്. ഓനെന്താ പറയുന്നത്, എന്താ ഞാൻ എന്ത് കാട്ടിയാലും പേടിച്ചൂല എന്ന് പറഞ്ഞിട്ടാണ് കളിക്കുന്നത്. പിന്നെ റഷ് അടിക്കൽ റഷ് അടിച്ച് ഓല് നേരിട്ട് മുട്ടാൻ വരുന്നില്ല. ഒരു സൈഡിൽ കൂടെ വരുന്നു. എനിക്ക് വെച്ചാൽ നല്ല നേരിട്ടിട്ടാണ് വരുന്നതും കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ഗൈസ് ഒരു വിഷയം വൺ ടൈമും കാര്യങ്ങളും ഇങ്ങോട്ട് കിട്ടി. അത്രക്ക് ഡാമേജൊന്നും കയറിയില്ലെങ്കിലും കുറച്ചൊക്കെ കൊണ്ടു. പക്ഷെ അങ്ങനെ ഡാമേജ് കിട്ടിയാൽ പേടിച്ചുന്ന ഒരാളല്ല അവന്. അപ്പോൾ കാര്യങ്ങളും പേടിച്ചു അത് കളിച്ചും കാര്യങ്ങളും ചെയ്തു. പിന്നെ വട്ടത്തിൽ പൂവാളും കാര്യങ്ങളും ഇട്ടു. പിന്നെ എന്താ ചെയ്യുക, മുന്നേ വൺ ടാപ്പ് അടിച്ചാൽ നോക്കി ഇന്നും കയറുന്നില്ല. അതായത് സ്വരത്തിന് വൺ ടാപ്പ് അടിച്ചു. പിന്നെ എൻ്റെ സ്റ്റെപ്പ് ഇട്ടു കടന്നിട്ടുള്ള അടി. പിന്നെ കടന്നിട്ട് കാണിച്ചിട്ട് പൊക്കണം ഗൈസ് പൊക്കും. അപ്പോൾ എന്ത് പന്ന പരിപാടി കാണിച്ചതെന്ന് ചോദിക്കാൻ തന്നെ ഒരു മടിയായി. പിന്നെ എന്ത് ചെയ്യാനാ അവര് പൊക്കി കളിക്കണ്. പിന്നെ എന്ത് ചെയ്തു, ഒരു 2 ആളുടെയും ഒരുത്തനെന്താ വൺ ടാപ്പ് അടിച്ചാൽ നോക്കി. മറിച്ചവൻ അതിൻ്റെ ഉള്ളിലൊന്ന് മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ ഹീൽ. പിന്നെ നമ്മൾ പോലും മെഡിക്കറ്റ് അടിച്ചോട്ടെ, എന്താ പേടിക്കണം, നമുക്കെന്താ കളി എടുക്കാലോ പറഞ്ഞിട്ട് ഓനെന്താ 2 ഇതായി. പിന്നെ ഓൻ എന്തൊക്കെയാ കാട്ടണു, ചുറ്റും ഗുവാളിടുന്നു, സാൻഡിനിടുന്നു, എന്താ അറിയില്ല, എന്തൊക്കെയാ പൊട്ടത്തരങ്ങൾ കാട്ടുകയാണ് ഓന്. എന്താ M2 മുന്നിലുള്ളൊരു ആചാരിലാണ് അങ്ങനെയും കാര്യങ്ങളും കാട്ടും കാര്യങ്ങളും ചെയ്തു. പിന്നെ സാൻഡിനോട് ഇട്ട് പൊട്ടത്തരം കാട്ടുകയാണ് ഓന്. പിന്നെ വിഷയം കാര്യങ്ങൾ എന്തുണ്ടായിന്ന് തന്നെ കണ്ടില്ല. അപ്പം തന്നെ എന്തൊരു വെടി കൊണ്ടു അത് ഒരുത്തൻ ഡൗൺ ആവുകയും ചെയ്തു. ഇതപ്പം മെഡിക്കറ്റ് അടിച്ചു. പിന്നെയും ചാടി വൺ ടാപ്പ് അടിച്ചാൽ നോക്കി. പിന്നെയും ചാടി വൺ ടാപ്പ് അടിച്ചും കാര്യങ്ങളും ചെയ്തു. എന്ത് ചെയ്യും, അവൻ്റെ കലാപരിപാടികൾ ഇമോട്ടടിക്കൽ. അപ്പോൾ ഹസ്ബൻഡ് കലാപരിപാടിയായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 6-5 കളി ആയിട്ടുണ്ട്. 7-8 2 റൗണ്ടും കാര്യങ്ങളും ഇട്ടാൽ ഇപ്പം കാര്യങ്ങളും കളി പൂയും കാര്യങ്ങളും എടുക്കുന്നതായിരിക്കും. അപ്പോൾ ആർക്കൊക്കെ ഇങ്ങനെ 1v4 1v2 ഒക്കെ എടുക്കാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പറയും. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ 1v2 1v4 ഒക്കെ കളിക്കാനുള്ളതും പ്ലേയേഴ്സും കാര്യങ്ങളും സെറ്റാക്കി നമ്മൾ ഏകദേശം ചില സമയങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അധികം വൈകുന്നേരം 5:30 അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ റൂമും വീഡിയോയും കാര്യങ്ങളും ഉണ്ടെന്ന്. കാരണം താല്പര്യമുള്ളവരെ അതുപോലെ ഐഡിയ കമൻറ്റ് ചെയ്യുക. ഞാൻ കേട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇപ്പം ഒരുത്തന്നെ അടിച്ചാൽ നോക്കുന്നുണ്ട്. ഒരു അടി വെച്ചാൽ കൊള്ളണില്ല. പക്ഷെ ഇപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റൈലാണ്, ഇങ്ങനെ അടിച്ചും. പിന്നെ അവിടെ ഒന്ന് കൂന്നിരുന്നു. പിന്നെ റീലോഡും കാര്യങ്ങളും ആക്കിയതിന് ശേഷം ഞങ്ങൾ റഷ് ചെയ്യൽ തുടങ്ങി. പിന്നിലൊരു എനിമി ഉണ്ട് ഗൈസ്, ഓന് വിഷയൊരു വൺ ടൈം കളിച്ചു. പിന്നെ എന്ത് ചെയ്തു, ഒരു പക്കൊരു അടിച്ചോട്ട് പ്ലെയറും കാര്യങ്ങളാണ്. ഏകദേശം നല്ല ഇയർ ഓൾഡാണ്. വിസാർഡ് 6 ഇയർ ഓൾഡും ഇവന് 7 ഇയർ ഓൾഡും കാര്യങ്ങളാണ്. അപ്പോൾ ഇവന് റിയാസഡ് വിസാർഡിൻ്റെ ടീമിലുള്ള മറ്റോന് 2 ഇയർ ഓൾഡും കാര്യങ്ങളുമാണ്. അപ്പോൾ 1 ഇയർ ഓൾഡിൻ്റെ വ്യത്യാസം മാത്രം. ടിയാസെറ്റ് വിസാർഡിന് ഇവൻ്റെ ഒപ്പം എത്താൻ. പിന്നെ ഒരു വിഷയം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ടീമേറ്റിനും കാര്യങ്ങളും ഡൗൺ ആക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പം നല്ല റഷ് അടിക്കലാണ് ഗൈസ്. ഇങ്ങനെ പോയ കളി മൊത്തം തൂത്തുകാരും ഓലാവും നാണം കേടും കാര്യങ്ങളും ചെയ്യുന്നതന്നെ തോന്നുന്നു. അപ്പോൾ ഗൈസ് ഇപ്പം ഇങ്ങനെ തല അങ്ങോട്ട് കിട്ടുമോ നോക്കാണ്ട് അടിക്കാനൊക്കെ നോക്കണം. പക്ഷെ ചാടിയിട്ടൊക്കെ കിട്ടുന്നില്ല. പിന്നെ എന്ത് ചെയ്തു, ഗ്ലൂ വാൾ ഇട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കണം. പേടിച്ചിട്ട് ഗ്ലൂ വാളും കാര്യങ്ങളും അങ്ങനെ ഇവനെ അടുപ്പിക്കണം തന്നെയല്ല ഗ്ലൂ വാൾ ഇട്ടിട്ട്. പിന്നെ ഇങ്ങനെ അടിച്ചു സൈഡിലോന്. പിന്നെ ഇവൻ്റെ കളി വെച്ചൊക്കെ വെച്ചാൽ ഇവൻ്റെ കിളി മാറിയിട്ടുണ്ട്. ഇവൻ കളിയും കാര്യങ്ങളും ബാക്ക് അടിച്ച് പോയിട്ടുണ്ട് ഇത്രയും വലിയ കളിയൊക്കെ കണ്ടിട്ട്. പിന്നെ ലാസ്റ്റ് വരെ ഡൗൺ ആക്കും കാര്യങ്ങളും ചെയ്ത് ഒരു കൊടിയും കാര്യങ്ങളും കുത്തിയിട്ട് ഓൻ്റെ തലക്കും കാര്യങ്ങളും അടിച്ചും കരുതുമ്പോൾ അടിക്കണില്ല. പൊക്കാൻ 5 സെക്കൻഡ് സമയമൊക്കെ കൊടുത്തു.
പിന്നെ വിഷയം കാര്യങ്ങളും കാട്ടി പിന്നെ പൊക്കിന്നില്ലാന്ന് കണ്ടപ്പോൾ അവൻ്റെ കളി എന്താ പോകേണ്ട വെച്ചിട്ട് തലക്കിട്ട് ഒന്നാണ് കൊടുത്തു. അപ്പോൾ അവൻ്റെ കിളി സത്യത്തിൽ അങ്ങോട്ട് പാറിപ്പോയിട്ടുണ്ട്. പിന്നെ അടുത്ത റൗണ്ടാണ്. അപ്പോൾ ഇതിൽ എത്ര 8 ഒരു റൗണ്ട് മതി ഗൈസ് ഇപ്പം കളി പോയും കാര്യങ്ങളും എടുക്കാനായിട്ട്. പിന്നെ ഗൈസ് ഇപ്പം എന്താ നല്ല റഷിങ്ങാണ് ഗൈസ്. അപ്പോൾ മറ്റൊക്കെ കിളിയും പാറിയിട്ട് TRZ വിസാർഡ് വീസസ് TRZ M2 കാര്യങ്ങളുമാണ്. ക്ഷമിക്കണം, മോന് പേടിച്ച് പോയതാണ്. ഇബല് പറഞ്ഞു അവൻ ഇല്ലാന്നുണ്ടെങ്കിൽ ആ സുഖമായിട്ട് കളി എടുക്കും ഗ്ലൂ ആയിട്ട് പെടുത്തിയിട്ടാണ്. അപ്പോൾ ഓനോട് എന്താ ബാക്ക് അടിച്ച് പോകാനും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് TRZ വിസാർഡ്. അപ്പം ബാക്ക് അടിച്ചും കാര്യങ്ങളും പോയിട്ടുണ്ട്. അപ്പോൾ 1v1 സിറ്റുവേഷനാണ്. ഓന് നോക്കണ്ട, ഓൻ സോണിൽ പെട്ട് ചത്തോളും. പിന്നെ ഇവനെ അടിക്കാൻ നോക്കുന്നുണ്ട്, നല്ല അടിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ ലൈക്കും കാര്യങ്ങളൊക്കെ ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ എന്തോ മറ്റേ പരിപാടി ഇല്ല, എന്താ തലമക്കടി കൊള്ളാതിരിക്കാൻ ആ പരിപാടിയും കാര്യങ്ങളും ചെയ്യാണ്. അപ്പോൾ ഇവനെ അടിച്ചാൽ നോക്കുന്നുണ്ട്. ഇവനോട് ഞാൻ പറഞ്ഞു ഇജ്ജ് ഒരടി കൊള്ളിച്ചാൽ ഞാൻ തല മൊട്ടടിക്കും എന്നാണ് പറഞ്ഞു. പിന്നെ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് അടിക്കണില്ല, പൊട്ടാനാണ്. ഗ്ലൂവാളും കാര്യങ്ങളും വാരി എറിയാണ്. അടിച്ചാൻ തന്നെ നോക്കണില്ല. പിന്നെന്താ ഇവനെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളും മറ്റേ പരിപാടിനെ കാട്ടി. പിന്നെ വിചാരിച്ചു ഇപ്പം ബോറടിച്ചാണിങ്ങനെ കാട്ടിയിട്ട്. അപ്പോൾ ഇവനും കാര്യങ്ങളും ഗണ്ണെടുത്തിട്ട് ഓനെ അടിക്കാൻ തന്നെ തീരുമാനിച്ചു. ഓനെ കിട്ടുമോ നോക്കി, പക്ഷെ കിട്ടിയില്ല. പിന്നെ എന്ത് ചെയ്തു, ഇതിൽ കൂടെ മണ്ടിയായിരുന്നു. എന്താപ്പോൾ മറ്റോ സൈഡിൽ കൂടെ അങ്ങോട്ട് റഷ് അടിച്ച് ഇവൻ്റെ രക്ഷപ്പെടുകയാണ്. ആര് കളി എടുക്കുന്നൊന്നും അറിയില്ല. പിന്നെ എന്ത് ചെയ്തു, അടിച്ചാൽ നോക്കുന്നുണ്ട്, പക്ഷെ കൊള്ളണമില്ല. അപ്പം കുറേ വട്ടം 1v4 കാര്യങ്ങളും എടുത്തവനാണ്. അപ്പോൾ സെയിം പ്ലെയറും കാര്യങ്ങളാണ്. പിന്നെ ഇവനും കാര്യങ്ങളും അടിച്ചാൽ നോക്കണ് ഗൈസ്. അപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനലും ഫ്രീ ഫയറും കാര്യങ്ങളും തുടങ്ങാനും കാര്യങ്ങളും കാരണമായ ഒരു വ്യക്തിയും കൂടിയാണ് TRZ M2 കാര്യങ്ങളും. പിന്നെ അടിച്ചാൽ നോക്കി. പിന്നെ ഇപ്പോൾ അങ്ങനെ നിന്നെടുത്തിട്ട് കൂടി പൊട്ടനായ TRZ വിസാർഡ് അടിച്ചിട്ടില്ല ഗൈസ്. അതാണ് പൊട്ടത്തരം. പിന്നെ എന്ത് ചെയ്തു, എന്തൊക്കെയോ കാട്ടുണ്ട്, എന്താ നെറ്റ് ഇട്ടായി എന്താ അറിയില്ല. പെട്ടെന്ന് സമയത്തിന് അങ്ങനെ കാണുന്നില്ല എന്തോലെ എങ്ങനെ കളിക്കണമെന്ന്. പിന്നെയും കാര്യങ്ങളും ഇപ്പം വീടിൻ്റെ ഉള്ളിൽ കൂടെ കാര്യങ്ങളും മണ്ടി ഇതാ സൈഡിൽ പിന്നിൽ ഓനുണ്ട്. അപ്പോൾ അടിച്ചാതെ ഗ്ലൂവാളും കാര്യങ്ങളും വാരി എറിയാണ്. പിന്നെയും വാരി എറിഞ്ഞു. പിന്നെ അടിച്ചാൽ നോക്കിയപ്പോൾ പിന്നെ എറിഞ്ഞു. പിന്നെ അടിച്ചാൽ നോക്കി പിന്നെ കൊണ്ടില്ല. എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്, നെറ്റ് പോയതാണ് എന്താ എൻ്റെ കിളി പാറിയതാണോന്ന് അറിയില്ല. പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാവുന്നുണ്ട് ഇവിടെ, എന്താ പറയുക, നേരം പോലെ കാണുന്നില്ല. പിന്നെ ഇങ്ങനെ കറങ്ങി ഇപ്പം കളിയും കാര്യങ്ങളും വിട്ടെടുക്കുകയാണ്. ഗ്ലൂ വാൾ ഇട്ട് അവനക്ക് ജീവിക്കായിരുന്നു. പക്ഷെ ഇവരും കാര്യങ്ങളും കുറച്ച് ലൈഫിന് വിട്ടെടുക്കും കാര്യങ്ങളും ചെയ്തു. അത് ഓൻ്റെ ഒരു പൊലിവിനായിരുന്നു. ഓൻ പൊലിവിച്ച് നടക്കുകയാണ്. അപ്പോൾ ഓൻ പറഞ്ഞു അത് ഞാൻ കളിച്ചോണ്ടാണ്, പിന്നെ ഇഞ്ച് വിട്ടെന്നുകൊണ്ടല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, തനി സ്വരൂപം മാറുകയാണ് നമ്മളെ TRZ M2 കാര്യങ്ങൾ. അപ്പോൾ TRZ വിസാർഡിൻ്റെ മറ്റോൻ്റെ കളി മാറിയിരിക്കണു. ഓരോ ഇഷ്ടടിച്ചൊന്നും കാര്യങ്ങളും നോക്കണം. പിന്നെ നമ്മൾ M2 കാര്യങ്ങളും വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഓനും കാര്യങ്ങളും റഷ് അടിച്ച് വരികയാണ്. പിന്നെ ഗ്ലൂവാൾ വാരി എറിയണ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അടിച്ച ഗ്ലൂവാൾ അടിക്കാതെ ഗ്ലൂവാൾ ഇടുന്ന പരിപാടിയില്ല. എന്നാൽ ഗ്ലൂവാൾ ഇടുന്നതിൻ്റെ ഉള്ളിൽ ഓൻ്റെ തലയും കാര്യങ്ങളും പൊളിയുന്നതായിരിക്കും. പിന്നെ നിന്നെടുത്ത് റൈസ്റ്റർ പറഞ്ഞിട്ട് ഒരു ഒറ്റ ഗണ്ണ് മാത്രം എടുത്തിട്ടാണ് കളിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യും, ഓൻ ഗണ്ണും കാര്യങ്ങളും സൈഡും കാര്യങ്ങളും മാറ്റി. ഇപ്പം വാരി ഗ്ലൂവാളിട്ട് വട്ടത്തിലിടുകയാണ്, തോൽക്കുന്നില്ല ഇതിൽ. പിന്നെ എന്ത് ചെയ്തു, ഇപ്പം റഷ് അടിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്തു, വിഷയം കാര്യങ്ങളായിട്ട് ഇവന് 26 കാര്യങ്ങൾ കൊടുത്തു. ഗ്ലൂവാളിൻ്റെ ഇടയിൽ കൂടെ പോകാനും മറ്റൊരു കളി വെച്ചാൽ അങ്ങനെ റഷ് അടിച്ചിരുന്നു. പിന്നെ എന്ത് ചെയ്തു, ഇപ്പം വിഷയം കാര്യങ്ങൾ മണ്ടപ്പിടിച്ചാൽ നോക്കി ഡെസൈഡിങ്ങും കാര്യങ്ങളും കൊണ്ട്. പിന്നെ കൊണ്ട് ഇപ്പം നടന്ന് നിൽക്കണം. ഓനും കാര്യങ്ങളും മണ്ടപ്പടിച്ചിട്ടു. പിന്നെ അവൻ്റെ ടീംമേറ്റിൻ്റെ കിളിയും കാര്യങ്ങളും പാറിയിട്ടുണ്ട്. ഞാൻ മറ്റൊരു കളി വെച്ച് നോക്കിയപ്പോഴത്തേനും ഇവൻ്റെയും പണി തീർത്ത് കളിയും കാര്യങ്ങളും പൂയും കാര്യങ്ങളും കൊടുത്തു. ഇങ്ങനെ കളിക്കുന്ന ചങ്ങാതിമാർക്ക്